ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 4 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. സാമാന്യം സുദീർഘമായ ഈ സുവിശേഷ ഭാഗം പക്ഷെ നമുക്കെല്ലാവർക്കും കാണാപ്പാഠമാണ്. ഈശോ പറഞ്ഞ ഏറ്റവും സുന്ദരമായ ഉപമകളിൽ ഒന്നാണ് വിതക്കാരൻ്റെ ഉപമ. വിതക്കാരൻ്റെ ഉപമയുടെ വിശദാംശങ്ങളെല്ലാം കാലകാലങ്ങളിൽ വചനപ്രഘോഷകർ വഴി, ബഹുമാനപ്പെട്ട വൈദികർ വഴി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വിതക്കാരൻ്റെ വിത്ത് വചനമാണെന്നും അത് വിതയ്ക്കപ്പെടുന്ന സ്ഥലം മാനവ ഹൃദയങ്ങളാണ് എന്നും സുവ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ 4 വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ കുറിച്ചാണ് സൂചന. വിത്ത് മാറുന്നില്ല, വിതച്ച സ്ഥലവും മാറുന്നില്ല. മാറ്റമുണ്ടാകുന്നത് വിതയ്ക്കപ്പെട്ട സ്ഥലങ്ങളുടെ നിലപാടുകളിൽ അല്ലെങ്കിൽ അവയുടെ അവസ്ഥാന്തരങ്ങളിലാണ്. വഴിയിൽ വീണ വിത്ത്, പാറപ്പുറത്ത് വീണ വിത്ത്, മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്, നല്ല നിലത്ത് വീണ വിത്ത്. വഴിയരിയിൽ വീണ വിത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി വ്യാഖ്യാനത്തിൽ ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട്. അലസൻ്റെ ഹൃദയം പിശാചിൻ്റെ പണിസ്ഥലമാണെന്നാണല്ലോ നാം കേട്ടിട്ടുള്ളത്. വചനത്തോട് യാതൊരു ആഭിമുഖ്യവുമില്ലാതെ, വചനത്തോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ജീവിതം. വചനം വിതയ്ക്കപ്പെടുന്നത് പോലും ഒരു വേള അവൻ അറിയുന്നില്ല. അവനിൽ വിതയ്ക്കപ്പെട്ടത് കിളികൾ കൊത്തിക്കൊണ്ടു പോവുക. ഒരു കാരണവശാലും വചനത്തോട് ആഭിമുഖ്യം കാണിക്കാത്ത ഒരു ഹൃദയമാണ് എൻ്റേത് എങ്കിൽ എൻ്റെ ഹൃദയത്തിലും വിതയ്ക്കപ്പെടുന്ന വിത്തിന് എന്നിലൊരു സ്വാധീനവും ചെലുത്താനാവില്ല എന്നാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പാറപ്പുറത്ത് വീണ വിത്ത് അല്പം കൂടെ വ്യത്യസ്തരാണ്. ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടിക്കൂടുന്ന ചിലരെയൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. വികാരിച്ചന്മാരുടെ നിർബന്ധം വഴി മദ്യപാനം നിർത്തണം, മയക്കുമരുന്ന് ഉപയോഗം നിർത്തണം, കുടുംബകലഹം നിർത്തണം, സാമ്പത്തികമായിട്ടുള്ള കൈവിട്ട കളികൾ അവസാനിപ്പിക്കണം, നീ ഒരു ധ്യാനം കൂടുന്നത് നല്ലതാണ് എന്ന് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രഷറിൻ്റെ ഫലമായി ധ്യാന കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ വചന വായനയിലേക്ക് അല്ലെങ്കിൽ ഇനി ആ വചനം ഒന്ന് കേട്ടാൽ തരക്കേടില്ല എന്ന് കരുതി ഒന്ന് തുറന്നു വെക്കുകയാണ് മനസ്സ്, ഹൃദയം. അവിടെ സംഭവിക്കുന്നത് അത്തരം വ്യക്തികളുടെ ജീവിതത്തിലെ വചനം വേഗത്തിൽ വേരുപാകി കിളുക്കുമെന്ന്. അവൻ 100% സഹകരിക്കാൻ തയ്യാറാണ്. പെട്ടെന്നാണ് അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. കള്ളുകുടിച്ച് 4 കാലം നടക്കുന്നവൻ പിറ്റേ ദിവസം സമ്പൂർണ്ണ ബൈബിള് കക്ഷത്തിൽ ഇലയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ റോഡിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു കാറ്റ് കൊണ്ട്, ഒരു പ്രതിസന്ധി കൊണ്ട്, ഒരു പ്രതികൂല സാഹചര്യം കൊണ്ട് അവസാനിക്കും. ആകാശദൂത് സിനിമയിലെ മുരളി പ്രതിനിധാനം ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട്. കള്ളുഷാപ്പിൻ്റെ ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോൾ അതുവരെ എടുത്ത തീരുമാനങ്ങളെല്ലാം പെട്ടെന്ന് മാഞ്ഞു പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മളും പലപ്പോഴും ഇങ്ങനെയാകാറുണ്ട്. ആഴത്തിൽ വേരില്ലാത്തത് കൊണ്ടാണ് പാറമേൽ പതിച്ച വിത്തിന് ഫലം പുറപ്പെടുവിക്കാനാകാതെ പോയത്. അത് നശിച്ചു പോകുന്നു. വചനം വ്യർത്ഥമായിട്ട് തീരും. മുള്ളുകൾക്കിടയിൽ വീണത് സുഖലോലുപതയും
ദ്രവ്യാസക്തിയും സ്വാർത്ഥമോഹങ്ങളും ഒരുവനെ ഞെരുക്കുന്നു എന്നതിൻ്റെ പ്രതീകാത്മകത. വലിയ കുഴപ്പമില്ലാത്ത മണ്ണിലൊക്കെയാണ് വിതയ്ക്കപ്പെട്ടത്. പക്ഷേ കിളച്ച് പാകമാകാത്ത മുള്ളുകളും കല്ലുകളുമുള്ള സ്ഥലത്ത് വചനം വിതയ്ക്കപ്പെടുന്നു. എങ്ങനെയൊക്കെയോ മുളച്ചു പൊങ്ങുന്നു. മോശമല്ലാത്ത പെർഫോമൻസ്, വചനം കതിർ ചൂടുന്നു. പക്ഷേ ഫലം പുറപ്പിക്കാനാവും. കാരണം കൂടെ വളരുന്ന മുൾച്ചെടികൾ അവയെ നശിപ്പിച്ച് കളയും. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പണത്തോടുള്ള ആസക്തി, ലൗകിക മോഹങ്ങളോടുള്ള ആസക്തി, പാപത്തെ പുൽകാനുള്ള നിരന്തരമായ ഒരു ഉൾവിളി ഉണ്ടാകുന്ന സമയത്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇത്തരം വ്യക്തികളുടെ ജീവിതത്തിലെ മണ്ണിൻ്റെ ഫലപുഷ്ടി എന്നതാണ് നാം തിരിച്ചറിയുന്നത്. നമ്മുടെ ഹൃദയങ്ങളിലും ഇത്തരം തിന്മകൾ കുടികൊള്ളുന്നുണ്ട് എങ്കിൽ അവിടെയും ആഴത്തിലെ വിത്തിന് ഫലം പുറപ്പെടുവിക്കാനാകും. നല്ല നിലത്ത് വീണ വിത്ത് വളരെ മെച്ചമാണ് എന്ന് വചനം വായിക്കുന്ന ആർക്കും അത്രയും അങ്ങോട്ട് ബോധ്യപ്പെടും. കാരണം സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവ 30 മേനിയും 60 മേനിയും 100 മേനിയും വിളവ് നൽകിയത്. ഒരു നല്ല കർഷകൻ്റെ വിളഭൂമിയിൽ 100 മേനി വിളവ് കൊയ്യുമ്പോഴാണ് അത് ഫലദായകമായി എന്ന് അവന് പറയാനാവും. പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നതും അങ്ങനെയാണല്ലോ. 30 മാർക്കെന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള മാർക്ക് പോലും കിട്ടിയില്ല. എന്തൊക്കെയോ എഴുതി വെച്ചു, കുറച്ച് മാർക്ക് കിട്ടി. 60 മേനി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ പോലും ആകുന്നില്ല, ഫസ്റ്റ് ക്ലാസ് മാർക്ക്. കുഴപ്പമില്ല, തരക്കേടില്ല, അങ്ങനെ അങ്ങോട്ട് പോകുന്നു. 100 മേനി എന്ന് പറയുമ്പോഴാണല്ലോ അതിൻ്റെ പൂർണ്ണത കൈവരുന്നത്. ഇവിടെ വിതയ്ക്കപ്പെട്ട മണ്ണിൻ്റെ പ്രശ്നമല്ല. മണ്ണിന് വളം കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ, പരിചരിക്കാൻ മറന്നുപോയി. ഹൃദയം തുറന്നു വച്ചിരിക്കുകയാണ് ദൈവം നൽകിയ ഫലപുഷ്ടി കൊടുക്കുക. എന്നാൽ അതിനെ ഉപകാരപ്രദമായി പ്രയോജനകരമായി വിനിയോഗിക്കാൻ സാധിക്കാതെ പോകും. പരിപാലിക്കാനും പരിപോഷിപ്പിക്കാനും സാധിക്കാതെ പോകും. അവിടെ വചനത്തിന് നിലനിൽക്കാൻ ആകുന്നുണ്ടാകും, ഫലം പുറപ്പെടുവിക്കാനാകുന്നുണ്ടാകും. പക്ഷേ 100 മേനിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം. അതിലേക്കാണ് നാം ലക്ഷ്യം വയ്ക്കേണ്ടത്, അതിലേക്കാണ് നാം നീങ്ങേണ്ടത്. ഹൃദയപരമാർത്ഥതയോടെ ആ ലക്ഷ്യത്തെ നോക്കി അതിൻ്റെ പിൻപറ്റി പുറകെ പോകാൻ, അതാണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന വചനബദ്ധമായ ജീവിതമെന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.